ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അതായത് സോൾജിയർ ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ അഗ്നിവീർ വുമൺ മിലിറ്ററി പോലീസ് ജിഡിയുടെ എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ അഗ്നിവീറിൻ്റെ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അഗ്നിവീർ GD അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് അല്ലെങ്കിൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, 2000 ുള്ള ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് എക്സാമിനേഷനാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റാലിയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അഗ്നിവീർ സോൾജിയർ ജനറൽ ഡ്യൂട്ടി അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ GD പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലി ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സിന് ചെറിയൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. GDക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും 500 രൂപയും, ക്ലർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 700 രൂപയും, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 900 രൂപയുമാണ് ഫീസ് വരുന്നത്. വൺ ടൈം ഫീസാണ്. അതായത് ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം എക്സാമിനേഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ്. അതായത് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും, അതിനാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 100 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറാണ്. അതായത് 60 മിനിറ്റാണ് എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം. അതുപോലെ തന്നെ ഓരോ ശരിയുത്തരത്തിനും 2 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. 0.50 മാർക്ക് വീതം നിങ്ങൾക്ക് ഓരോ തെറ്റുത്തരത്തിനും നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അറിയാവുന്ന ആൻസേഴ്സ് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടപ്പെടുന്നതല്ല. അതുപോലെ തന്നെ GDയുടെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 35 മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് എക്സാമിനേഷൻ്റെ മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ഇനി അടുത്ത് എക്സാമിനേഷന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4 ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒന്നാമതായിട്ട് വരുന്നത് ജനറൽ നോളജാണ്. രണ്ടാമതായിട്ട് വരുന്നത് ജനറൽ സയൻസ്, മൂന്നാമതായിട്ട് മാത്സ്, നാലാമതായിട്ട് ലോജിക്കൽ റീസണിങ് തുടങ്ങിയ 4 ടോപ്പിക്കിൽ നിന്നാണ് എക്സാമിനേഷന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ജനറൽ നോളജിൽ നിന്നും ആകെ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജനറൽ സയൻസിൽ നിന്നും ആകെ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത മാത്സ് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, 15 ചോദ്യങ്ങളാണ്. മാക്സിമം നിങ്ങൾക്ക് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോജിക്കൽ റീസണിൽ നിന്നും 5 ചോദ്യങ്ങളാണ്. മാക്സിമം നിങ്ങൾക്ക് 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം. ഇനി അടുത്ത ഈ ഒരു എക്സാമിനേഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് പേർ ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത എക്സാമിനേഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ജനറൽ നോളജാണ് വരുന്നത്. അപ്പോൾ ജനറൽ നോളജ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിരിക്കേണ്ടതാണ്. അതായത് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ജനറൽ നോളജിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർ ജനറൽ നോളജ് നല്ല രീതിയിൽ നോക്കിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ജനറൽ സയൻസ് ആണ്. അപ്പോൾ ഫിസിക്സ്, ബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ ബേസിക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ജനറൽ സയൻസിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജിയുടെ തുടങ്ങിയ ബേസിക് ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഇനി അടുത്തായിട്ട് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്പർ സിസ്റ്റംസ് ആണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, ഓൾജിബ്ര, ജിയോമെട്രി, മെൻസ്ട്രേഷൻ, ട്രിഗ്നോമെട്രി തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് മാത്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക.
ഇനി അടുത്തായിട്ട് പറയുന്നത് ലോജിക്കൽ റീസണിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്നും 16 വയസ്സിനും അതുപോലെ തന്നെ 20 വയസ്സിനും ഇടയിലുള്ള ലോജിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ആകെ 5 ചോദ്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങിൽ നിന്നും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മാർക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു ലോജിക്കൽ റീസണിങ് എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് തന്നെ നോക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൻ്റെയും സിലബസ്. അപ്പോൾ 2023 അഗ്നിവീർ GD അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ GD എക്സാമിനേഷൻ്റെ സിലബസാണ് നിലവിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സിലബസ് വെച്ചിട്ടാണ് എക്സാമിനേഷന് തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കാൻ സാധിക്കുക. എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സിലബസ് ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ ചെക്ക് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.